ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുമ്പിളപ്പ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇത്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കുമ്പിളപ്പം എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്ത് വെച്ച പത്തിരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പത്തിരിപ്പൊടി എടുക്കുക. ഞാൻ എൻ്റെ വീട്ടിൽ കുറച്ച് അംഗങ്ങൾ കൂടുതലുണ്ട്, അപ്പോൾ അത്രയും പേർക്കുള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നന്നായി തിളച്ച വെള്ളം, അതായത് ഈ പത്തിരിപ്പൊടി എടുക്കുന്ന സമയത്ത് പോലും ഗ്യാസിൽ നിന്ന് നന്നായി തിളയ്ക്കുന്ന വെള്ളമായിരിക്കണം കേട്ടോ നമ്മൾ ഒഴിക്കാനായിട്ട്. ഞാൻ പത്തിരി വാട്ടാറ് ഇങ്ങനെയാണ്. നമുക്കിനി വേണമെങ്കിൽ ഗ്യാസിൽ ആവശ്യത്തിനുള്ള വെള്ളം വെച്ചിട്ട് അതിലേക്കിട്ട് വാട്ടിയെടുക്കാവുന്നതാണ്. എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നി ഇങ്ങനെ വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായി വെള്ളം ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് ചൂട് മാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരി ചൂടാനായിട്ട് എങ്ങനെയാണോ ഇത് കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കുക കേട്ടോ. കുമ്പിളപ്പത്തിന് വേണ്ടി അതേ രീതിയിൽ കുഴച്ചെടുക്കുക. നമ്മൾ ഇത് എത്രമാത്രം നന്നായി കുഴയ്ക്കുന്നു അത്രമാത്രം നമുക്ക് കുമ്പിളപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഏകദേശം ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുഴച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് എന്താ വേണ്ടതെന്ന് നോക്കാം. അവിൽ, തേങ്ങ ചിരവിയത്, ശർക്കര, പിന്നെ ഏലക്ക, ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഇടാം. പിന്നെ ചെറിയ കൽക്കുണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അവിൽ കുഴയ്ക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുത്ത് വരാം കേട്ടോ. ഞാനിത് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുമ്പിളപ്പം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനം ഇലയാണ് കേട്ടോ. ഞാൻ തിരഞ്ഞെടുത്തത് നമ്മുടെ കറുവപ്പട്ടേൻ്റെ ഇല കേട്ടോ. കറുവപ്പട്ടേൻ്റെ ഇല വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുമ്പിളപ്പം ഒന്നുകൂടി ടേസ്റ്റി കിട്ടും. അതായത് അതിൻ്റെ ആ കറുവപ്പട്ടേൻ്റെ ആ ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കുമ്പിളപ്പത്തിന് ഉണ്ടാവുക. പിന്നെ പ്ലാവില വെച്ച് ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇനി കുമ്പിൾ കുത്തണം. അതിനായിട്ട് ഈർക്കിൽ വേണം. ഇങ്ങനെ മടക്കിയതിന് ശേഷം കുമ്പിൾ കുത്തുമ്പോൾ പണ്ടുള്ള ആളുകളൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കാനായിട്ട് പ്ലാവില കുമ്പിൾ കുത്തുന്നത് കണ്ടില്ലേ, അതേ രീതിയിൽ നമ്മൾ കുമ്പിൾ കുത്തി കൊടുക്കുക. ഇങ്ങനെ എല്ലാ ഇലകളും ഇങ്ങനെ കുമ്പിൾ കുത്തിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ ഇലകളും കുമ്പിൾ കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച പത്തിരിപ്പൊടി അത് ഈ ഒരു ഇലകളിലേക്ക് ചെറിയ ഉരുളകളാക്കി എടുത്തതിന് ശേഷം ഈ ഇലകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നടുവിൽ കുറച്ചൊരു കുഴിമാതിരി ആക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അവിലും തേങ്ങയും ശർക്കരയും കൂടി തയ്യാറാക്കി വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കുക. നമ്മളെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലായി കിട്ടും കേട്ടോ. ഈ ഒരു രീതിക്ക് എല്ലാ ഇലകളിലും നിറയ്ക്കട്ടോ. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ നിറയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അവിൽ നിറച്ച് കൊടുക്കുക. അതിന് ശേഷം അത് നന്നായിട്ട് ഒരു ചെറിയ ഉരുളയും കൂടി എടുത്തതിന് ശേഷം അത് നന്നായി പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെക്കുക. മുകളിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്യണം കേട്ടോ, അല്ലാതെ നമുക്കിത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അത് ഓരോന്നായിട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ നമ്മളെ കയ്യിലുള്ള എല്ലാ കുമ്പിളിലും ഈ ഒരു രീതിക്ക് നമ്മൾ നിറയ്ക്കുക. ഈ ഒരു അവിലും മലരുണ്ടെങ്കിൽ മലരും ചേർക്കട്ടോ. മലരും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. ഇങ്ങനെ ഓരോന്നായി എല്ലാത്തിലും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കട്ടോ. നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ആവിയിൽ നിന്ന് ഇത് വെന്ത് വരുമ്പോൾ ഉള്ള ഒരു സ്മെല്ലോട് നമുക്ക് എവിടെയും നിൽക്കാൻ പറ്റില്ല. അത്രയും അടിപൊളി സ്മെല്ലാട്ടോ. ഈ ഒരു ഇലയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ മധുരം നമ്മളിടുമ്പോൾ ശർക്കര ഉപയോഗിക്കുക കേട്ടോ, പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള അപ്പങ്ങൾക്കൊക്കെ ശർക്കരയാണ് ഏറ്റവും നല്ലത്. ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഇത് നിറച്ചെടുക്കുന്നുണ്ട്. നിറച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വെക്കാം. പിന്നെ ഒരു ഏകദേശം എനിക്കൊരു 8 7 ഇലയാണ് നന്നായിട്ട് കിട്ടിയത് കേട്ടോ. ബാക്കിയൊക്കെ ചെറിയ ഇല ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ബാക്കിയുള്ളത് ഞാൻ ചെറിയ ബോള് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് നിറയ്ക്കുക കേട്ടോ ചെയ്തത്. ബാക്കി പത്തിരിപ്പൊടിയിൽ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അങ്ങനെയും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. എല്ലാത്തൊരു പക്ഷേ ഈ ഒരു ഇല ചെയ്യുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ തീർച്ചയായും ഇല ഉള്ളവർ ഈ ഒരു ഇലയിൽ തന്നെ ചെയ്യുക, അല്ലാത്തവർ ഈ ഒരു രീതിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ആവി വരുത്തണം. ഏകദേശം ഇതിനൊരു വിസിൽ വരുന്നവരെ നമ്മൾ വെക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇതായിട്ടുണ്ട് എന്നുള്ളത്. ഒരു 10 മിനിറ്റ് അത്രയേ വേണ്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഇതാവാനായിട്ടുണ്ട്. അപ്പോൾ ഇത് തുറക്കുന്ന സമയത്ത് ഈ അടുക്കളയിൽ നിന്നില്ല, ഈ വീട്ടിലേ നിൽക്കാൻ പറ്റില്ല. അത്രയും സ്മെല്ലുകൊണ്ട് നമുക്ക് എന്ത് സ്മെല്ലാ, ഈ ഒരു കറുവപ്പട്ടേൻ്റെ ഇലേൻ്റെ സ്മെല്ലാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാൻ തോന്നിപ്പോവും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ കുമ്പിളപ്പം. പല ആളുകൾക്കും കുമ്പിളപ്പം എന്താണെന്നൊന്നും അറിയില്ല, കേട്ട് പരിചയം പോലും ഉണ്ടാവില്ല ഇപ്പോഴുള്ള തലമുറകൾക്കൊക്കെ. വൈകുന്നേരങ്ങളിലൊക്കെ അത് ചായക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.